റമദാൻ മാസത്തിലെ ഏറ്റവും പ്രധാനമാണ് ആരോഗ്യ സംരക്ഷണം. 14 മണിക്കൂറോളം ജലപാനീയം ഒഴിവാക്കുന്നതിനാൽ ഭക്ഷണം ക്രമീകരണത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. കൂടുതൽ വെള്ളം കുടിക്കണമെന്നും എണ്ണ വിഭവങ്ങൾ ഒഴിവാക്കണമെന്നുമാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. റംദാൻ മാസത്തിലെ ഓരോ നോമ്പുകാലത്തും വ്യത്യസ്തമായ പലഹാരങ്ങളും നോൺ വെജ് വിഭവങ്ങളുമാണ് മിക്ക വീടുകളുടെയും തീന്മേശ കീഴടക്കാറ്. വിശപ്പിന്റെ കാഠിന്യത്തിൽ പലപ്പോഴും കഴിക്കുന്നതിന്റെ അളവ് ശ്രദ്ധിക്കാതെ പോകുന്നവരുണ്ട്. എന്നാൽ പതിവ് ക്രമത്തിൽ നിന്നും ഭക്ഷണശീലം മാറുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. ഇതൊഴിവാക്കാൻ പ്രത്യേക ശ്രദ്ധ വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഈ പ്രഭാത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് നമ്മൾ ഈ സുഹൂറിൽ രാവിലെ 5 മണി നേരത്തിൽ 4:30 മണിക്ക് എഴുന്നേറ്റ് കഴിക്കുന്നത്. അപ്പോൾ ഈ കഴിക്കുന്ന ആഹാരത്തിൽ നമ്മൾ പരമാവധി കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അടങ്ങുന്ന ഫുഡ് കഴിക്കുക. അതായത് ഓട്സ് കഴിക്കുക, മില്ലറ്റ്സ് കഴിക്കാം, റാഗി കഴിക്കാം, പിന്നെ പ്രോട്ടീൻ അടങ്ങുന്ന ഫുഡ്, മുട്ടയുടെ വെള്ള കഴിക്കാം, പിന്നെ ചിക്കൻ ബോയിൽ ചെയ്ത ചിക്കൻ പീസസ് കഴിക്കാം, സോയ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുക. അതിൻ്റെ കൂടെ ഡേറ്റ്സ്, ഈത്തപ്പഴം കഴിക്കുക, നട്ട്സ് കഴിക്കുക. പ്രധാനമാണ് നോമ്പ് മുറിക്കുന്ന സമയം. 14 മണിക്കൂറിന് ശേഷം നോമ്പ് മുറിക്കുമ്പോൾ വെള്ളത്തിന്റെ അംശം കൂടുതലുള്ള വിഭവങ്ങൾ കഴിക്കുന്നതാണ് ഉചിതം. നോമ്പ് തുറക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ വെള്ളം നമ്മൾ അപ്പോഴും പരമാവധി 1 ഗ്ലാസ് വെള്ളം ആദ്യം കുടിക്കുക. അത് കഴിഞ്ഞിട്ട് ഈത്തപ്പഴം കഴിക്കുക. അത് കഴിഞ്ഞിട്ട് വെള്ളം കൂടുതൽ കണ്ടന്റ് ഉള്ള ഫുഡ് കൂടുതൽ കഴിക്കുക. അതായത് വെജിറ്റബിൾ സാലഡ്സ്, ഫ്രൂട്ട് സാലഡ്സ് കഴിക്കുക. ഫ്രൂട്ട് സാലഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർമെലണും പൈനാപ്പിളും മുന്തിരി എന്ന് വേണ്ട നമുക്ക് ഫ്രഷ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും അരിഞ്ഞിട്ട് കഴിക്കുക. ജ്യൂസ് അടിക്കാൻ പോകണ്ട. ആഡഡ് ഷുഗർ, എക്സ്ട്രാ പഞ്ചസാര ഒന്നിലും ആഡ് ചെയ്യണ്ട. അമിത അളവിൽ ഭക്ഷണം കഴിക്കുന്നതും എണ്ണ കൂടുതൽ അടങ്ങിയ വിഭവങ്ങൾ അധികം ഉൾപ്പെടുത്തുന്നതും നോമ്പ് കാലത്ത് ഉചിതമല്ല. നോമ്പ് തുറന്ന ഉടനെ തന്നെ നമ്മൾ ഭയങ്കര ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നാമത് നമ്മുടെ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയും. പിന്നെ വയറ്റിൽ ഇത്രയും ഫുഡ് ചെല്ലുമ്പോൾ വയറ്റിൽ ഡൈജഷൻ പ്രോബ്ലം വരും, ദഹന പ്രശ്നം വരും, ഗ്യാസ്ട്രൈറ്റിസ് വരും, ആൾക്കാർക്ക് വയറുവേദന വരും, ഛർദ്ദിക്കാൻ വരും. പിന്നെ പെട്ടെന്ന് ഷുഗറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ഷുഗർ ബോഡിയിൽ ഹൈ ആയിട്ട് സർജ് വരും. അപ്പോൾ അത്രയും ഹൈ ലെവലിൽ ഷുഗർ സർജ് ചെയ്യുന്നത് തന്നെ ബോഡിക്ക് വളരെ ദോഷകരമാണ്. ഓരോ വിശ്വാസിയുടെയും മനസ്സും ശരീരവും സംസ്കരിക്കുകയാണ് നോമ്പിന്റെ മുഖ്യ ലക്ഷ്യം. അവിടെ ഭക്ഷണ ക്രമീകരണമാണ് ശരീര സംസ്കരണത്തിന് ഏറ്റവും ഉതകുന്നത്. ന്യൂസ് മലയാളം, വയനാട്.